ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അമ്മു. ഇന്നൊരു അടിപൊളി ഹോം ഡെക്കറാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് എനിക്കൊരു പാള കിട്ടിയിട്ടുണ്ട്. ചെറുതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിന് മുകളിൽ കയറുകൊണ്ട് ഇങ്ങനെ റൗണ്ടിലായിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കയറാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറ് ചരടോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കയറ് വെച്ചിട്ട് ചുറ്റി കൊടുക്കുകയാണ്. അപ്പം ഓരോ 2-3 ലെയർ കൂടുമ്പം ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ താഴെ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് ചിലപ്പോൾ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനവിടെ ഒന്ന് ഗ്ലൂ ഗൺ ആക്കി ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ബാക്കിൽ നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ചരട് എടുത്തിട്ട് ജസ്റ്റ് സെലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലത് സെലോ ടേപ്പ് കറക്റ്റായിട്ട് എനിക്ക് ഫിക്സ് ചെയ്ത് കിട്ടിയില്ല. പിന്നെ അതിന് മുകളിൽ മാസ്കിൻ ടേപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടെ ഫിക്സ് ആയിട്ട് എനിക്ക് കിട്ടി. അപ്പോൾ മാസ്കിൻ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ മതി എന്നാണ് കരുതിയിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, കുറച്ചും കൂടെ ഒരു ലുക്ക് കൊടുക്കാമെന്ന് കരുതിയിട്ട് എൻ്റെ ഒരു റെഡ് കളറ് പെയിൻറ്റ് എല്ലായിടത്തും ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഷേപ്പ് ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ലുക്കാണത്. ഞാൻ അങ്ങനത്തെ അതിൻ്റെ മുകളിൽ നന്നായിട്ട് റെഡ് കളർ പെയിൻറ്റ് അങ്ങോട്ട് അടിച്ചെടുക്കാൻ കുറച്ച് വലിയ ബ്രഷ് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. എന്നാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് കളർ ചെയ്ത് കിട്ടും. ഇതിലും വലിയൊരു പാളയാണ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാവുമായിരുന്നു. ചെറിയൊരു പാളയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ചെയ്യാമെന്ന് കരുതി. നിങ്ങൾക്ക് വലിയ പാളയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതിൽ തന്നെ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഉള്ളിലൊക്കെ ആയിട്ടൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല പെയിൻ്റ് അടിച്ച് കൊട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കയറ് നമ്മൾ ചുറ്റിയിരുന്ന സ്ഥലത്ത് ഒരു പഴയ എൻ്റെ അടുത്തുണ്ടായിരുന്ന ചെറിയൊരു ഫ്ലവറാണത്. അപ്പോൾ അത് ഒന്ന് അതിനൊരു ഡെക്കറേറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് അതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാനൊരു ഫ്ലവർ വേസാണ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് ഫ്ലവർ വയ്ക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഫ്ലവറാണ്. അപ്പം അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഫ്ലവറും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ലീഫുമായിട്ടും ഒന്ന് വെക്കുന്നുണ്ട്. ഇത് ചെറിയൊരു പാളയായതുകൊണ്ടാണ് നമുക്ക് തീരെ ഗ്യാപ്പ് വരാത്ത ഒരു ഇതുള്ളത്. പക്ഷേ വലിയൊരു പാളയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയിൽ കിട്ടും. എന്നാലും ചെറിയൊരു ഫ്ലവർ വേസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാലേ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അങ്ങനെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. Okay, bye. Take care.